2004 ജൂൺ 18 അമേരിക്കയിലെ ടെക്സാസിലുള്ള ബർണറ്റ് കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. സിറ്റിയിലെ ഒരു റോഡിൽ വെച്ച് ഒരു കാർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നും കാർ പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത്. ഉടനെ തന്നെ പോലീസും ഫയർ ഫൈറ്റേഴ്സും സ്ഥലത്തെത്തി. കാർ റോഡിൽ നിന്നും തെന്നിമാറി കാട് പിടിച്ചു കിടക്കുന്ന സ്ലോപ്പായ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഫയർ ഫൈറ്റേഴ്സ് അതിവേഗത്തിൽ തീ കെടുത്തിയെങ്കിലും ആ കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഡ്രൈവർ സീറ്റിൽ കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായ ഒരു ഡെഡ് ബോഡിയും കിടക്കുന്നുണ്ട്. കാറിന്റെ കളർ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ പൂർണ്ണമായും കത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അപകടം നടന്നിട്ട് വളരെ നേരമായിട്ടുണ്ട് എന്ന് പോലീസ് ചിന്തിക്കുന്നു. രാവിലെ 7 മണിയോടെയാണ് പോലീസിന് കോൾ വന്നത്. അങ്ങനെയാണെങ്കിൽ പുലർച്ചെ അപകടം നടന്നിരിക്കണം. അതല്ലാതെ കാർ ഇത്രത്തോളം കത്തി നശിക്കില്ല. അധികം വാഹനങ്ങളൊന്നും വരാത്ത റോഡായതുകൊണ്ടാണ് അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതുകൊണ്ട് കാർ നിയന്ത്രണം വിട്ടതാവാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള എന്തെങ്കിലും വന്നതാവാം. അങ്ങനെ പല സാഹചര്യങ്ങളെക്കുറിച്ചും പോലീസ് ചിന്തിച്ചു. ഈ സമയത്താണ് ലോറി ഡാനിയൽസ് എന്നൊരു സ്ത്രീ അവിടെ എത്തിയത്. രാവിലെ വീട്ടിലെത്താമെന്ന് പറഞ്ഞിരുന്ന മകനെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചിറങ്ങിയതായിരുന്നു ലോറി ഡാനിയൽസ്. 22 വയസ്സുള്ള ക്ലേറ്റൻ ഡാനിയൽസ് ആണ് ലോറിയുടെ മകൻ. വിവാഹിതനായിരുന്ന ക്ലേറ്റൻ ഭാര്യ മോളിയും അവരുടെ 2 മക്കളുമായി മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് ബുക്സും സാധനങ്ങളും എത്തിക്കാമെന്ന് പറഞ്ഞ് പുലർച്ചെയോടെ കാർ എടുത്തിറങ്ങിയ ക്ലേറ്റൻ വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് ലോറി ഡാനിയൽസ് മകനെ അന്വേഷിച്ചിറങ്ങിയത്. ഈ സമയത്താണ് റോഡ് സൈഡിൽ പോലീസുകാരും ഫയർ ഫൈറ്റേഴ്സും നിൽക്കുന്നത് കണ്ട് അവർ കാർ നിർത്തി അങ്ങോട്ട് വന്നത്. അപകട സ്ഥലവും കത്തിക്കരിഞ്ഞു കിടക്കുന്ന കാറും കണ്ടതോടെ ലോറി ഡാനിയൽസ് കരച്ചിൽ തുടങ്ങി. അത് തന്റെ മകന്റെ കാറാണെന്ന് അവർക്കുറപ്പായിരുന്നു. കാരണം വീട്ടിലെത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ബുക്സും സാധനങ്ങളുമെല്ലാം പുറത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. ഇതോടെ മരിച്ചത് 22 വയസ്സുള്ള ക്ലേറ്റൻ ഡാനിയൽസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇതൊരു അപകട മരണമാണ് എന്നുള്ള നിഗമനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ നിഗമനം തെറ്റാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. നടന്നിരിക്കുന്നത് ഒരു വെൽ പ്ലാൻഡ് മർഡർ ആണ്. ആരായിരുന്നു ക്ലേറ്റൻ ഡാനിയൽസിനെ കൊലപ്പെടുത്തിയത്? ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് എങ്ങനെ തിരിച്ചറിഞ്ഞു? എല്ലാത്തിനുമുപരി അവസാനം ഈ കേസിലുണ്ടായ ട്വിസ്റ്റ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞു. എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ബർണറ്റ് കൗണ്ടിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തു വന്നിരുന്ന സ്ത്രീയായിരുന്നു മോളി. ടീനേജ് പ്രായത്തിലുള്ള റിലേഷൻഷിപ്പിലൂടെ മോളിക്ക് ഒരു മകൻ ജനിച്ചു. എന്നാൽ ആ ബന്ധം വിവാഹത്തിലെത്താതെ ബ്രേക്കപ്പായി. ഇതോടെ സിംഗിൾ മദറായി ജീവിച്ചു വരുന്ന സമയത്താണ് മോളി ക്ലേറ്റൻ ഡാനിയൽസിനെ പരിചയപ്പെടുന്നതും ഇരുവരും അടുപ്പത്തിലായതും. ആ സമയം മോളിക്ക് 18 വയസ്സും ക്ലേറ്റന് 20 വയസ്സുമായിരുന്നു പ്രായം. ഇരുവരുടെയും അടുപ്പം പെട്ടെന്ന് തന്നെ വിവാഹത്തിലെത്തി. ക്ലേറ്റൻ മോളിയെ വിവാഹം കഴിക്കുമ്പോൾ മോളിയുടെ മകന് 2 വയസ്സായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ക്ലേറ്റനും മോളിക്കും ഒരു പെൺകുട്ടി ജനിച്ചു. ക്ലേറ്റൻ ഒരു മെക്കാനിക് ആയിരുന്നുവെങ്കിലും കാര്യമായ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് മോളിയുടെ വരുമാനം കൊണ്ടായിരുന്നു കുടുംബ ചെലവുകൾ കഴിഞ്ഞുപോയിരുന്നത്. കുട്ടികളെ ശ്രദ്ധിക്കുന്നതും കളിപ്പിക്കുന്നതുമെല്ലാം ക്ലേറ്റൻ ആയതുകൊണ്ട് തന്നെ ആ 2 കുട്ടികൾക്കും അവനോട് പ്രത്യേകമായ ഒരടുപ്പമുണ്ടായിരുന്നു. ക്ലേറ്റന് നല്ലൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടുമെന്ന് മോളി ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം കടന്നു വന്നത്. 2004 ജൂൺ 17. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മോളിക്ക് നല്ല തലവേദനയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഡിന്നർ കഴിച്ച് അവൾ ഉറങ്ങുന്നതിനായി കിടന്നു. അടുത്ത ദിവസം പുലർച്ചെയോടെ വീട്ടിലുള്ള കാർ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടാണ് മോളി ഉറങ്ങി എഴുന്നേറ്റത്. പെട്ടെന്ന് തന്നെ ആ കാർ അവിടെ നിന്നും പോവുകയും ചെയ്തു. അന്ന് ക്ലേറ്റൻ വീട്ടിലെ ബുക്സും കുറച്ച് സാധനങ്ങളുമെല്ലാം അമ്മയുടെ വീട്ടിലെത്തിക്കാൻ പോകുമെന്ന് തലേ ദിവസം തന്നെ മോളിയോട് പറഞ്ഞിരുന്നതാണ്. ഉറക്കത്തിൽ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയായിരിക്കും ക്ലേറ്റൻ തന്നെ വിളിച്ചുണർത്താതെ കാർ എടുത്തു പോയത് എന്നായിരുന്നു മോളി ചിന്തിച്ചത്. അവൾ വീണ്ടും കിടന്നുറങ്ങി. 6 മണിയോടെ മോളി ഉറങ്ങി എഴുന്നേറ്റെങ്കിലും 7:30 ക്ലേറ്റൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല. ക്ലേറ്റൻ വരാതെ മോളിക്ക് ജോലിക്ക് പോവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ക്ലേറ്റന്റെ അമ്മയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കി. ലോറി ഡാനിയൽസ് ഫോൺ എടുത്ത് സംസാരിച്ചതോടെയാണ് ഇതുവരെയും ക്ലേറ്റൻ അമ്മയുടെ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം മോളിക്ക് മനസ്സിലായത്. കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ മോളിയോട് വീട്ടിൽ നിന്നും ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് ലോറി ഡാനിയൽസ് മകനെ അന്വേഷിച്ചിറങ്ങി.
ഇതോടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപകടം നടന്ന സ്ഥലത്തേക്ക് അവർ എത്തിയതും മകന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതും. കുറച്ചു സമയത്തിനകം മോളിയും അപകടം നടന്ന സ്ഥലത്തെത്തി. ക്ലാറ്റന്റെ ക്യാപ്പിലുള്ള മെറ്റൽ പീസും ഷൂസിന്റെ അവശിഷ്ടങ്ങളും കണ്ടതോടെ മരിച്ചത് ക്ലാറ്റൻ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായി. പോലീസ് അപകടം നടന്ന സ്ഥലം വിശദമായി പരിശോധിച്ചതോടെ അവർക്ക് ചില സംശയങ്ങൾ വന്നു. ഒരു ആക്സിഡന്റ് നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ അവിടെ കാണുന്നില്ല. റോഡിൽ ബ്രേക്ക് ചെയ്തതിന്റെ ടയർ മാർക്കോ മറ്റോ ഒന്നും തന്നെയില്ല. അതുപോലെ കാർ എവിടെയും പോയി ഇടിച്ച് ഡാമേജ് ആയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് കാർ കത്തിയത് എന്നുള്ളതാണ് പോലീസുകാർക്കിടയിൽ സംശയമുണ്ടാക്കിയത്. ഫോറൻസിക് ടീം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അതിനുള്ള ഉത്തരം ലഭിച്ചു. കാർ അപകടത്തിൽപ്പെട്ടല്ല കത്തിയിരിക്കുന്നത്. ആരോ മനഃപൂർവ്വം പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുകയാണ് എന്നതിന്റെ തെളിവുകൾ ഫോറൻസിക് ടീം കണ്ടെത്തി. ഇതോടെയാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചു തുടങ്ങിയത്. ഒരാളെ ഇത്ര ക്രൂരമായി കൊല്ലണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവണം. അതെന്താണെന്ന് കണ്ടെത്താനായി പോലീസ് ക്ലാറ്റൻ ഡാനിയൽസിന്റെ ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചു. ഇതോടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നു. പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയായിരുന്നു ക്ലാറ്റൻ ഡാനിയൽസ്. ആ കേസിലെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. കേസിൽ ക്ലാറ്റന് അർഹിച്ച ശിക്ഷ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഭയത്തിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അച്ഛനാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള സംശയം പോലീസുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. എന്നാൽ അദ്ദേഹമല്ല ഈ കൊലപാതകം നടത്തിയത് എന്ന് ചോദ്യം ചെയ്യലിനിടെ മനസ്സിലായി. കൊലപാതകം നടന്ന ദിവസം അദ്ദേഹവും മകളും മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെ ക്ലാറ്റന്റെ ശത്രുക്കളെക്കുറിച്ച് അറിയുന്നതിനായി പോലീസ് മോളിയെ ചോദ്യം ചെയ്തു. ക്ലാറ്റന് ഡ്രഗ് ഡീലേഴ്സുമായി ചില ബന്ധങ്ങളുണ്ടായിരുന്ന കാര്യം മോളിക്കറിയാം. അവരാരെങ്കിലും ഇത് ചെയ്തതായിരിക്കുമെന്നാണ് മോളി ചിന്തിച്ചത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അത്തരത്തിൽ യാതൊരു തെളിവും കണ്ടെത്താനായില്ല. ക്ലാറ്റൻ ഡാനിയൽസിന്റെ പേരിലുള്ള സെക്ഷൽ അബ്യൂസ് കേസിൽ വിചാരണ ഒരാഴ്ച കഴിഞ്ഞാൽ ആരംഭിക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. കേസിലെ വിചാരണ പൂർത്തിയാക്കി ക്ലാറ്റൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ ചുരുങ്ങിയത് 10-20 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടതായി വരും. അതിന്റെ ഭയത്തിൽ ക്ലാറ്റൻ ഡാനിയൽസ് ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള സംശയങ്ങളും പോലീസുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ മുഴുവൻ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പോലീസ് ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് മോളിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരക്കാനായി പോലീസ് മോളിയെ സമീപിച്ചാൽ അവൾ അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഒന്നും തുറന്നു പറയാൻ കൂട്ടാക്കാതെ പോലീസുകാരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അതുപോലെ ക്ലാറ്റൻ ഡാനിയൽസിന്റെ പേരിൽ $1,00,000 ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. അതിൽ നോമിനിയായി കൊടുത്തിരിക്കുന്നത് മോളിയുടെ പേരാണ്. പോളിസി തുക ആവശ്യപ്പെട്ട് മോളി നിരന്തരം ഇൻഷുറൻസ് ഓഫീസിൽ കയറിയിറങ്ങുന്ന വിവരവും പോലീസുകാർക്ക് ലഭിച്ചു. ഇതോടെ ക്ലാറ്റൻ ഡാനിയൽസിന്റെ കൊലപാതകത്തിൽ മോളിയെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി മോളി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ ഈ കൊലപാതകമെന്നതായിരുന്നു പോലീസുകാരുടെ സംശയം. കേസന്വേഷണം പൂർത്തിയാവുന്നതുവരെ മോളിക്ക് ഈ തുക അനുവദിക്കരുത് എന്ന് പോലീസ് ഇൻഷുറൻസ് കമ്പനിക്ക് നിർദ്ദേശവും നൽകി. ദിവസങ്ങൾ കഴിയുന്തോറും മോളിയുടെ പ്രവൃത്തിയിലെ ദുരൂഹതകൾ വർദ്ധിച്ചു വന്നു. ക്ലാറ്റൻ മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ മോളി മറ്റൊരാളുമായി ഡേറ്റിംഗ് ആരംഭിച്ചു. ജേക്ക് ഗ്രഗ്സ് എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. ഒരു ദിവസം മോളിയുടെ സിസ്റ്റർ വീട്ടിലേക്ക് വന്ന സമയത്ത് മോളിയുടെ റൂമിൽ ഒരു പുരുഷനെ കണ്ടിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്നും പോയതിനാൽ മോളിയുടെ സഹോദരിക്ക് അയാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അത് തന്റെ പുതിയ കാമുകനായ ജേക്ക് ആണെന്ന് മോളിക്ക് വെളിപ്പെടുത്തേണ്ടതായി വന്നു. ഇതോടെയാണ് ജേക്ക് ഗ്രഗിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. ക്ലാറ്റൻ ഡാനിയൽസിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് ജേക്കിന്റെ കൂടെ ജീവിക്കാൻ മോളി നടപ്പിലാക്കിയ പ്ലാനാണ് ഈ കൊലപാതകമെന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നുവെങ്കിലും മോളിയോ ജേക്ക് ഗ്രഗോ ഈ കൊലപാതകം നടത്തിയതിന്റെ ഒരു തെളിവും പോലീസുകാർക്ക് കണ്ടെത്താനായില്ല. ഇതേസമയം അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചുകൊണ്ട് ഫോറൻസിക് ടീം ഒരു വെളിപ്പെടുത്തൽ നടത്തി. കേസിലെ ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. കാറിൽ നിന്ന് ലഭിച്ച സ്കെൽട്ടൺ റിമൈൻസ് ഫോറൻസിക് ടീം പരിശോധനയ്ക്കായി കളക്ട് ചെയ്തിരുന്നു. മരിച്ച വ്യക്തിയുടെ DNA കണ്ടെത്തലായിരുന്നു ലക്ഷ്യം. അതുപോലെ ക്ലാറ്റൻ ഡാനിയൽസിന്റെ അമ്മയായ ലോറി ഡാനിയൽസിന്റെ DNA സാമ്പിളും ഫോറൻസിക് ടീം കളക്ട് ചെയ്തിരുന്നു. കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ DNA റിസൾട്ട് പുറത്തു വന്നതോടെയാണ് ആ സത്യം മനസ്സിലാവുന്നത്. ആ DNA ലോറി ഡാനിയൽസിന്റെ DNAയുമായി മാച്ച് ആയില്ല. അതായത് ആ കാറിനകത്ത് കണ്ട ഡെഡ് ബോഡി ക്ലാറ്റൻ ഡാനിയൽസിന്റെ അല്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ മരിച്ച വ്യക്തി ആരാണ്? ക്ലാറ്റൻ ഡാനിയൽസ് എവിടെ പോയി? പോലീസുകാരുടെ തലവേദന വർദ്ധിച്ചു. ഒരു അപകട മരണമാണ് എന്നുള്ള രീതിയിൽ അന്വേഷണം ആരംഭിച്ച ഈ കേസ് അതിന്റെ ട്വിസ്റ്റുകൾ നിറഞ്ഞ വെളിപ്പെടുത്തലുകൾ കാരണം വലിയ ചർച്ചാ വിഷയമായി.
ഇതേസമയം കേസിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ടായി. ആ കാറിനകത്ത് വെച്ച് മരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നതായിരുന്നു ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. കത്തിക്കരിഞ്ഞുപോയ ഡെഡ് ബോഡി ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് നേരത്തെ കണ്ടെത്താൻ കഴിയാതിരുന്നത്. എന്താണ് കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് ഒരു പിടിയുമുണ്ടായിരുന്നില്ല. ഇതേസമയം ക്ലേറ്റൺ ഡാനിയൽസിന്റെ വൈഫ് മോളിയെ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പുതിയ കാമുകനായ ജേക്ക് ഗ്രെഗിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ അടുത്ത പ്ലാൻ. ഒരു ദിവസം മോളി ജോലിക്ക് പോയി വരുന്ന സമയത്ത് പോലീസുകാർ അവളെ ഫോളോ ചെയ്തു. ടാക്കോ ബെൽ എന്നൊരു റെസ്റ്റോറന്റിലേക്കായിരുന്നു അവൾ കയറി ചെന്നത്. ആ റെസ്റ്റോറന്റിനകത്ത് മോളിയെയും കാത്ത് അവളുടെ പുതിയ കാമുകനായ ജേക്ക് ഗ്രെഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നാണ് പോലീസുകാർ ജേക്ക് ഗ്രെഗിനെ ആദ്യമായി കാണുന്നത്. അയാളെ കണ്ടയുടനെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരുപോലെ ഞെട്ടിത്തരിച്ചുപോയി. ജേക്ക് ഗ്രെഗ് എന്ന പേരിൽ മോളിയുടെ കൂടെ ആ റെസ്റ്റോറന്റിലിരിക്കുന്നത് മറ്റാരുമല്ല, ക്ലേറ്റൺ ഡാനിയൽസ് തന്നെയാണ്. ക്ലീൻ ഷേവ് ചെയ്ത് മുടിയിൽ കളറടിച്ച് രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അത് ക്ലേറ്റൺ ആണെന്ന് പോലീസുകാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഉടനെ തന്നെ ആ റെസ്റ്റോറന്റിൽ വെച്ച് ക്ലേറ്റൺ ഡാനിയൽസിനെയും മോളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരെയും കസ്റ്റഡിയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കേസിലെ എല്ലാ സത്യങ്ങളും പുറത്തുവന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ക്ലേറ്റൺ ഡാനിയൽസിന് 20 വർഷമെങ്കിലും ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു ഈ പ്ലാൻ നടപ്പിലാക്കിയത്. ക്ലേറ്റൺ നടത്തിയ എല്ലാ പ്ലാനുകളും മോളിയുടെ അറിവോടെയായിരുന്നു. ക്ലേറ്റൺ ഡാനിയൽസ് മരിച്ചു എന്ന് വരുത്തി തീർക്കലായിരുന്നു ആദ്യത്തെ പ്ലാൻ. അതിനവർക്ക് ആവശ്യം ഒരു മനുഷ്യ ശരീരമായിരുന്നു. ആരെയെങ്കിലും കൊലപ്പെടുത്തിയാൽ എളുപ്പം പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അതിനാൽ എങ്ങനെയെങ്കിലും ഒരു ഡെഡ് ബോഡി കണ്ടെത്തണം. അടുത്തിടെ മരിച്ച ആരുടെയെങ്കിലും ശവക്കല്ലറ തുറന്ന് ഡെഡ് ബോഡി മോഷ്ടിക്കാമെന്നായിരുന്നു അവർ തീരുമാനിച്ചത്. പക്ഷേ കല്ലറ പൊളിച്ചത് ആരെങ്കിലും അറിഞ്ഞാലും പ്രശ്നമാകും. അതിനാൽ ബന്ധുക്കളാരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു കല്ലറ കണ്ടെത്തണം. അതാവുമ്പോൾ പൊളിച്ചത് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അങ്ങനെയൊരു ശവക്കല്ലറ കണ്ടെത്തുന്നത് എളുപ്പമല്ലായിരുന്നുവെങ്കിലും അവരത് കണ്ടെത്തി. അടുത്തിടെ മരിച്ച മാനസിക രോഗി കൂടിയായ 81 വയസ്സുള്ള ഷാർലറ്റ് ഡേവിസിന്റെ ശവക്കല്ലറയിൽ നിന്നും ഡെഡ് ബോഡി മോഷ്ടിക്കാമെന്നാണ് അവസാനം അവർ തീരുമാനിച്ചത്. അതുപ്രകാരം 2004 ജൂൺ 17 രാത്രി ഷാർലറ്റ് ഡേവിസിന്റെ ശവക്കല്ലറ തുറന്ന് ഡെഡ് ബോഡി പുറത്തെടുത്തു. അതേ ദിവസം വൈകുന്നേരം ക്ലേറ്റൺ അമ്മയെ വിളിച്ച് നാളെ പുലർച്ചെ കുറച്ച് സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപകടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസത വരുത്താനായിരുന്നു ആ നീക്കം. അമ്മയും ക്ലേറ്റൺ പറഞ്ഞത് വിശ്വസിച്ച് അവനെയും കാത്തിരുന്നു. അടുത്ത ദിവസം പുലർച്ചെയോടെ ഷാർലറ്റ് ഡേവിസിന്റെ ഡെഡ് ബോഡിയിൽ ക്ലേറ്റൺ അവന്റെ വസ്ത്രങ്ങളും ക്യാപ്പും ഷൂസുമെല്ലാം ധരിപ്പിച്ച് കാറിന്റെ ഡ്രൈവർ സീറ്റിലിരുത്തി റോഡിൽ നിന്നും വാഹനം താഴേക്ക് തള്ളിയിട്ടു. അതിനുശേഷം കാർ മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. പിന്നീട് ക്ലേറ്റൺ ഒളിവിൽ പോയി. പലപ്പോഴും ആരുമറിയാതെ മോളിയെ മീറ്റ് ചെയ്തു. ഒരു ദിവസം മോളിയുടെ സഹോദരി ക്ലേറ്റനെ കണ്ടതാണ്. പക്ഷേ മുഖം കാണാൻ കഴിയാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് തന്റെ പുതിയ കാമുകനാണ് എന്ന് പറഞ്ഞ് ജേക്ക് ഗ്രെഗ് എന്ന പേര് മോളി പരിചയപ്പെടുത്തിയത്. ക്ലേറ്റൺ ഡാനിയൽസിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക മോളി കൈപ്പറ്റി കഴിഞ്ഞാൽ അതുമായി മെക്സിക്കോയിലേക്ക് കടക്കാനും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തിരിച്ചു വരാനുമായിരുന്നു ക്ലേറ്റൺ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മരിച്ച വ്യക്തിയുടെ സ്കെൽട്ടൺ റിമൈൻസ് പോലീസ് DNA ടെസ്റ്റിന് അയച്ചതും മോളിയുടെ വിചിത്രമായ പെരുമാറ്റങ്ങളും ക്ലേറ്റന്റെ പ്ലാനുകളെ മുഴുവൻ തകർത്തു കളഞ്ഞു. കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി 2 പേർക്കുമുള്ള ശിക്ഷ വിധിച്ചു. ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയതിനും ശവക്കല്ലറ തുറന്ന് ഡെഡ് ബോഡി മോഷ്ടിച്ച് കാറിലിട്ട് കത്തിച്ചതിനും ഒരു ലൈംഗികാതിക്രമ കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിനുമെല്ലാം ചേർത്തി മോളിക്ക് 20 വർഷം ജയിൽ ശിക്ഷയാണ് ലഭിച്ചത്. 2010 ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോളി ക്ലേറ്റൺ ഡാനിയൽസിനെ ഡിവോഴ്സ് ചെയ്തു. 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ലഭിച്ചതെങ്കിലും 12 വർഷത്തിന് ശേഷം 2016 മോളി ജയിൽ മോചിതയായി. ലൈംഗിക അതിക്രമ കേസ് ഉൾപ്പെടെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കുമായി ക്ലേറ്റൺ ഡാനിയൽസിന് 30 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ലഭിച്ചത്. ഇന്നും അയാൾ ജയിലിൽ തന്നെയാണ്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.